നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ നമ്മൾ എടുത്തു നോക്കിയാൽ ആ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഉണ്ട്, പർച്ചേസ് ഉണ്ട്, അതേപോലെ മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, HR മാനേജ്മെന്റ് ഉണ്ട്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യപ്പെടാതെ ആ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് എറർസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ക്രോഡീകരിക്കപ്പെട്ട് അഥവാ ഒപ്റ്റിമൈസ് ചെയ്യപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ സിസ്റ്റം ബിൽഡ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രോസസ്സുകളെയും നമുക്ക് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കേണ്ട സമയത്ത് അതിന് കൃത്യമായിട്ട് എങ്ങനെ കസ്റ്റമർ സർവീസ് കൃത്യമായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിന് നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യതയുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസ് എന്താവും, അതിൽ പല രൂപത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ സ്റ്റെക്കായി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം പെട്ടെന്ന് കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുന്നു, ആ കംപ്ലൈന്റ് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? ആ സമയത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവർക്ക് കസ്റ്റമറുടെ മുമ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇങ്ങനെ വരുന്നത് നമ്മുടെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ ഇതേപോലെ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം ബിൽഡിംഗ് റെസ്റ്റോറൻറ്റിനെ സഹായിക്കും. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും. ഒരു SOP നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ജീവനക്കാരിലേക്ക് ഒരു SOP സെയിൽസ് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഒരു SOP നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകളെ അപ്സെൽ ചെയ്യുന്നതിനും ക്രോസ് സെൽ ചെയ്യുന്നതിനും യാതൊരു തടസ്സവും വരില്ല. അവർക്ക് കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ നല്ല രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് തരുവാനും അവർക്ക് കഴിയും. ഈ SOPs കൃത്യമായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നമ്മുടെ പ്രോസസ്സുകളെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത, വേസ്റ്റേജ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. എന്താണ് വേസ്റ്റേജ് എന്ന് പറയുന്നത്? റെസ്റ്റോറൻറ്റിലെ വേസ്റ്റേജുകൾ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്? ഒന്ന്, നമ്മുടെ അമിതമായിട്ടുള്ള പോർഷനിങ് കസ്റ്റമറുടെ മുമ്പിലേക്ക് പോകുന്നത്. കസ്റ്റമർക്ക് കഴിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പോർഷൻസ് വിളമ്പുന്ന പല റെസ്റ്റോറൻറ്റുകളെയും നമ്മൾ കാണാറുണ്ട്. നമ്മൾ നല്ല ക്വാണ്ടിറ്റി കൊടുക്കാറുണ്ട് എന്ന് അവർ പറയാം. പക്ഷേ ഇതിന്റെ ആവശ്യമുണ്ടോ? കസ്റ്റമർക്ക് അവർക്ക് കഴിക്കാൻ കഴിയുന്ന അത്രയും മാത്രം പോർഷൻസ് കൊടുത്തെങ്കിൽ മാത്രമേ അവർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പോർഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കുന്ന ടേസ്റ്റ് കൃത്യമായിട്ട് അവർക്ക് അനുഭവത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പൊ കസ്റ്റമർക്ക് എത്ര പോർഷൻസ് ആണോ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വിലയുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കൂടി നോക്കിക്കൊണ്ട് ആ പോർഷൻസ് മാത്രം വിളമ്പാൻ വേണ്ടിയിട്ട് നമുക്ക് SOPകൾ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ മെനു സ്റ്റാൻഡർഡൈസേഷൻ. നിങ്ങളുടെ മെനു കൃത്യമായിട്ട് ഒരേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും SOPs നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം നിങ്ങളുടെ ഇൻഗ്രീഡിയൻസിന്റെ അളവുകൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ടൈം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. നിങ്ങളുടെ കസ്റ്റമറുടെ മുമ്പിലേക്ക് ഡെലിവറി ചെയ്യുന്ന രീതി ഒരു മാറ്റവും വരുന്നില്ല. നിങ്ങളുടെ പ്രസന്റേഷൻ രീതികളിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആ കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സർവീസിന്റെ കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് SOPsകൾ റെസ്റ്റോറൻറ്റുകളെ സഹായിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ലേബർ കോസ്റ്റ് ഒരുപാട് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് SOPs വഴി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയി എപ്പോഴും ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിട്ട് മാറും. കാരണം എന്താ? നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ SOPs സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ SOPsന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾ ആരൊക്കെയാണ് എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അവരുടേതായിരിക്കും ആ ഉത്തരവാദിത്വം. അല്ലാതെ നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു എംപ്ലോയിയെ കൊണ്ടുവരികയാണെങ്കിൽ അവരോട് കൊണ്ടുവന്ന് വെയിറ്റർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു കുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് ഏൽപ്പിക്കുന്നതിന് പകരം അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ ജോബുകളെയും പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആരൊക്കെ സപ്പോർട്ടുകൾ ആ ജോലി പൂർത്തീകരിക്കപ്പെടുന്നതിൽ വരുന്നുണ്ട് എന്നും ആരൊക്കെയാണ് അത് കോപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതും ആരോടാണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് SOPsൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ SOPകൾ എപ്പോഴും
നമ്മുടെ റെസ്റ്റോറൻറ്റിനെ ഒരു സക്സസ് ലൈനിലേക്ക്, മാക്സിമം പ്രൊഡക്ടിവിറ്റി തരുന്നതിലേക്ക്, മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിലേക്ക്, മാക്സിമം ലാഭം ജനറേറ്റ് ചെയ്യുന്നതിലേക്ക്, അതേസമയം തന്നെ ചെലവ് കുറച്ചു കൊണ്ടുവരുന്നതിലേക്ക് SOPs നിങ്ങളെ സഹായിക്കും. അപ്പോൾ SOPs നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിന്റെ ഓരോ പ്രവർത്തന മേഖലയിലും കൃത്യമായിട്ടുള്ള SOP ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട്. മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകളെ നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. താങ്ക് യു.